നമസ്കാരം. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ കേസിൽ ദുൽഖർ സൽമാന്റെ മറ്റൊരു വാഹനം കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തു. ദുൽഖർ സൽമാന്റെ കസിനായ അംജദ് കരീമിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. നിസാൻ പെട്രോൾ വിഭാഗത്തിൽപ്പെട്ട വാഹനമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ ഇന്ത്യൻ ആർമി ആയിരുന്നു. സെക്കൻഡ് ഓണർ ഹിമാചൽ പ്രദേശ് സ്വദേശിയായ സഞ്ജയ് എന്നയാളായിരുന്നു. മൂന്നാമത്തെ ഉടമയാണ് ദുൽഖർ സൽമാൻ. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ കസ്റ്റംസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയാണ് വാഹനം കണ്ടെത്തിയത്. ഓപ്പറേഷൻ നൂഗോറിന്റെ ആദ്യ ദിവസം ഈ വാഹനം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നെങ്കിലും വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നിസാൻ പെട്രോളിന്റെ മുന്നിലെ നമ്പർ പ്ലേറ്റ് എടുത്തുമാറ്റിയ നിലയിലാണ് കാണപ്പെട്ടത്. ഇത് ദുരൂഹമാണ്. പിന്നിലെ നമ്പർ പ്ലേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം ഒളിപ്പിച്ചു വെച്ചു എന്ന് സംശയം കസ്റ്റംസിനുണ്ട്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിലുള്ള വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ വിൽപ്പന നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കരസേനയുടെ ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്ന ഹിമാചലിലെ നൈൻഫീൽഡ് ഓർഡിനൻസ് ഡിപ്പോ വിറ്റതായി വ്യാജരേഖകൾ ഉണ്ടാക്കി ഭൂട്ടാൻ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് വിവരം. സംഭവത്തെക്കുറിച്ച് കസ്റ്റംസ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയങ്ങൾക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. കരസേനയുടെ വ്യാജ സീലും ഒപ്പും ഉപയോഗിച്ചതിനാലാണ് ഇത് രാജ്യദ്രോഹ കുറ്റത്തിന്റെ പരിധിയിൽ ഉൾക്കൊള്ളുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും വിഷയത്തിൽ അന്വേഷണം നടത്തിയേക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും സൂചനകളുണ്ട്. ഹിമാചലിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ സ്വാധീനം ചെലുത്തിയാണ് വാഹനങ്ങൾ ലേലത്തിൽ വിറ്റതായി വ്യാജരേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള SUV-കളുടെ ഈ കടത്തിന് പിന്നിൽ ഭൂട്ടാനിലെ ഒരു വാഹന വ്യാപാരിയാണെന്ന് കസ്റ്റംസ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള വാഹന കള്ളക്കടത്ത് സംഘം ഈ വ്യാപാരിയുടെ ഇന്ത്യൻ ബന്ധങ്ങളിലെ ഒരു കണ്ണി മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ പല പ്രമുഖരും മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ സംസ്ഥാന അതിർത്തി കടത്തി രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്നുവെന്ന സംശയത്തെ തുടർന്ന് കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ ഡിസ്കവറി ജീപ്പ് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ വിട്ടു നൽകാൻ കസ്റ്റംസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. വിഷയം പരിഗണിച്ച ജസ്റ്റിസ് A സിയാദ് റഹ്മാൻ കസ്റ്റംസിന്റെ നിലപാട് തേടുകയും ഹർജി വീണ്ടും പരിഗണിക്കുന്നതിനായി 30-ലേക്ക് മാറ്റുകയും ചെയ്തു. ഇവിടെ ഉപയോഗിക്കുന്നതിനായി റെഡ് ക്രോസ് ആണ് 2004 മോഡൽ വാഹനം ഇറക്കുമതി ചെയ്തതെന്നാണ് ഹർജിയിൽ പറയുന്നത്. കൈവശമുള്ള എല്ലാ രേഖകളും ശരിയാണെന്ന വിശ്വാസത്തിലാണ് വാഹനം വാങ്ങിയതെന്നും നൽകിയ രേഖകൾ പരിശോധിക്കാതെയാണ് കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്തതെന്നും ഹർജിയിൽ പറയുന്നു. കഴിഞ്ഞ 5 വർഷമായി വാഹനം ഉപയോഗിച്ചു വരുന്നു. വാഹനം പിടിച്ചെടുത്ത ശേഷമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം എടുത്തേക്കുമെന്നും കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ശരിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടന്ന് കേടായി പോകാൻ സാധ്യതയുണ്ടെന്നും ഹർജിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഓപ്പറേഷൻ നുംഗോർ എന്ന പേരിൽ ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തുന്നതിനെതിരായ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഒരു ലാൻഡ് റോവർ ഉൾപ്പെടെ ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ കസ്റ്റംസ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. ഇതിന് ഏറ്റവും ഒടുവിലാണ് ഇന്നും വാഹനം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി എത്തിച്ച വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ കൈവശമുണ്ടെന്ന സംശയവും കസ്റ്റംസ് ഉന്നയിച്ചിരുന്നു. ഇതുവരെ 38 വാഹനങ്ങൾ ഓപ്പറേഷൻ നുംഗോറിന്റെ ഭാഗമായി കസ്റ്റംസ് വിവിധയിടങ്ങളിൽ നിന്നായി പിടിച്ചെടുത്തിട്ടുണ്ട്. മലയാള സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ സ്വന്തമാക്കിയതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, അമിത് ചക്കാലകൽ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തിയിരുന്നു. ഭൂട്ടാനിൽ നിന്ന് രാജ്യത്തേക്ക് വാഹനങ്ങൾ കടത്തുന്നത് ഒരു വലിയ തട്ടിപ്പ് സംഘമാണെന്നും പരിവാഹൻ വെബ്സൈറ്റിൽ ഉൾപ്പെടെ ഇവർ തിരിമറി നടത്തുന്നുണ്ടെന്നും കസ്റ്റംസ് കമ്മീഷണർ TU തോമസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു.